ഹലോ ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് കിട്ടിയ കാറാണ് ജിംനി. പക്ഷേ ഇനി നമുക്ക് ഓഫ് റോഡിനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓഫ് റോഡിന് പോയി പോകാം. തെറ്റി ഗൈസ്. ഇവിടെ പോകാൻ വേറെ അയ്യോ വീടല്ലേ വീഴുന്നു ഗൈസ്. ഇവിടെയൊക്കെ പതുക്കെ വേണം പോകാനല്ലേ, കിടക്കുക. എന്താ അടി ചെറുതായിട്ടൊന്ന് ഇടിച്ചെന്നുണ്ട് ഗൈസ്. ഗൈസ് വണ്ടി കാരണില്ല അങ്ങനെ. അയ്യോ ഇപ്പം അവിടെ കിടന്നേ. ഞാനൊരു ഫുൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചേക്കുവാണ്, എന്നിട്ട് ഒരു വണ്ടി പോവാണ്. ഇതൊക്കെ പവർഫുൾ ഇറക്കാക്കിയാണ്. ഈ സാധനം ഒന്ന് എടുക്കണം. മാപ്പൊക്കെ കിട്ടും, ഏകദേശം ഒരു ഫോർസ റേസിങ്ങിൻ്റെ അരുവി. നമുക്ക് വീണ്ടും മെയിൻ റോഡിൽ പോകണമെങ്കിൽ ആദ്യം മാപ്പ് നോക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു മലയുടെ അവിടെ. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയിട്ട് ഇവിടെ കയറാം. ഈ ഒരു സ്ഥലത്ത് ലൊക്കേഷൻ വേണമെങ്കിൽ ഇടാം. ലൊക്കേഷൻ ഗൈസ്, അവർ പറഞ്ഞ റോഡ് വഴി പോകാനാണ്. നമ്മൾ റോഡ് വഴി ഒന്നും പോകണില്ല. നമ്മൾ ഷോർട്ട് കട്ടാണ് എടുക്കാൻ പോകുന്നത്. ചിലപ്പോഴേ ഇനിയാണ് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യും. ഗൈസ്, ഇതും ഒരു റോഡ് തന്നെയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇത് റോഡാണ്, മഡ് റോഡായതുകൊണ്ട് ഇവിടെ കൂടെ ഈ സമയം ഇപ്പോൾ പോവാം. ഇവിടെ ഇനി മഡ് റോഡ് വേണ്ട ഗൈസ്. ഇവിടെ ഞാൻ ഒരു പോകാൻ പറ്റില്ല. ഈ വഴി പോകാനാണ് പറയണത്. നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് മീറ്റേഴ്സ് കൂടി ഉള്ളു. ഇതാണ് സ്ഥലം ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്നാലും ഇവിടെ ഒരു സ്ഥലം, എന്നാലും കുറച്ചുകൂടി ബ്യൂട്ടി കിട്ടുന്ന സ്ഥലം ഇവിടെ കുറച്ച് ദൂരമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡനാണ്. ഇവിടെ ഇങ്ങനെ ചുറ്റിനിങ്ങനെ വെച്ചേക്കണല്ല, പിന്നെ വേറെ ഒന്നുമില്ല. ഇവിടെയാണ് ആൾക്കാർക്ക് വരാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം. കിടുക്കാച്ചി ഡ്രിഫ്റ്റിംഗ് ആണ്, പക്ഷെ എന്നാലും പോലെ. ഇപ്പം ഞാൻ ട്രാക്ഷൻ ഓഫാക്കിയിട്ടാണ് ഡ്രിഫ്റ്റ് ചെയ്തത്. ട്രാക്ഷൻ ഓണാക്കുക. ട്രാക്ഷൻ ഓണാക്കിയ ഡ്രിഫ്റ്റ് ആവണില്ല. ഈ ഗെയിമിനകത്ത് ട്രാക്ഷൻ ഓണാക്കുക. ട്രാക്ഷൻ എന്തുകൊണ്ടാണ് അറിയത്തില്ല. അതേ സ്ഥലം എത്തി. നമ്മൾ നേരത്തെ പോയ സ്ഥലമില്ലേ, ഈ വഴി. ഒയ്യോ, ജിമ്മിയുടെ ഓഫ് റോഡാണ്. പക്ഷെ ഇതൊന്നുമല്ല റിയൽ സ്ഥലം എന്ന് പറയണേ. നമ്മുടെ ജിമ്മി ആയതുകൊണ്ട് ഓഫ് റോഡ്
സ്ഥലത്താണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു സിറ്റി ഉണ്ട്, പിന്നെ വേറൊരു റേസിങ്ങിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് കുറേ പ്ലേയേഴ്സൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ആരും അങ്ങനെ ഗൈസ് ഇതല്ല, ഇത് നമ്മൾ വന്ന സ്ഥലമല്ലേ ഗൈസ്, ഇങ്ങോട്ട് പോകും. ഇങ്ങനെ വളയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ പ്ലേസ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ പ്ലേസ് ഇവിടെ നമുക്ക് ഇങ്ങനെ ബ്രേക്ക് ഇട്ടിട്ട് ഇവിടെ പ്ലേസ് ഇല്ല. അതിവിടെ ഒരു പ്ലേ, ഇവിടെ ഒരു പ്ലെയർ ദേവമാണ്. ആ പ്ലേയേഴ്സ് അവിടെയാണുള്ളത്. നമുക്ക് അങ്ങോട്ട് നമ്മൾ വെറുതെ കാഴ്ച നോക്കി. അവൻ എന്നെ ഇടിച്ചത്, എന്നെ പിടിക്കാൻ പറ്റോ? അത്രയ്ക്ക് നമ്മള് അവനെ പിടിക്കാൻ, നമുക്ക് അവനെ പിടിക്കാൻ പറ്റില്ല. ഇതൊന്ന് റിമൂവ് ആക്കട്ടെ, ഇത് ആവശ്യമില്ല. അവന് നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല, അവൻ്റെ സൂപ്പർ MK5 ആണെങ്കിൽ. അവൻ ഈ വഴിയല്ലേ പോയെ, അവൻ ഈ വഴി കയറിയിട്ടില്ല കേസ്. കയറുന്നുണ്ട്. ഓ 11-10 കയറി. കയറി അതവൻ ആ വഴിയാണ് പോയത്. ഈ സംഭവം അത് നമ്മുടെയാണ്. അവനിവിടെ അതാവന്ത് ഇങ്ങോട്ട് കയറി കണ്ട് ഈ വഴി എവിടെയോ. അത് അവനല്ലേ അടിക്കാൻ പറ്റ. പുറകിലുണ്ട് എന്റെ പൊന്നെ ഓടിക്കുക. അങ്ങോട്ട് പോയിടിച്ചു, ഞാൻ ഇങ്ങോട്ട് പോയിടിച്ചു ഗൈസ്. അത് കണ്ടായിരുന്നു ഗൈസ്, ഞാൻ ഇപ്പുറത്തോട്ട് മാറി, അവൻ അപ്പുറത്തോട്ട് പോയിടിച്ചു. ഇവിടെ അവൻ എന്നെ ഇടിക്കാൻ വേണ്ട. മറ്റേത് എന്നാലും എൻ്റെ ഒരു ട്രിക്ക് കണ്ടു ഗൈസ്, എന്നെ ഇടിക്കാൻ വന്ന് ഞാൻ ഒറ്റ മാറില്ല, അവൻ പോയി അങ്ങോട്ട് പോയിടിച്ചു. അപ്പോൾ ഞാനിട്ട് പോയിടിച്ചിട്ട് വേറെ ഇവിടെ ഇട്ട് നമുക്ക് വേറെ കാർ എടുക്കാം. ജിംനി വേണ്ട, ഇത് നമ്മുടെ ഏറ്റവും ചെറിയ കാർ, ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. പക്ഷെ എന്നാലും അതിന് സ്പീഡൊന്നും ഇല്ല, എൻജിൻ്റെ സൗണ്ട് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. കറക്റ്റാണ് പോയിട്ട് റിവേഴ്സിന്റെ ഭാഗം റിവേഴ്സ് 64. ഓഫ് റോഡിങ് ഭാഗം കൂടി നോക്കാം. വണ്ടി അധികം ഡാമേജ് ആവല്ലേ, കേട്ടോ ഗൈസ്. വണ്ടി ജിമ്മി ആണെങ്കിൽ നമുക്ക് അധികം ഡാമേജ് ആവും. ഓഫ് റോഡ് വണ്ടി അങ്ങോട്ട് കയറത്തില്ല, അതെന്തായാലും ഈ വഴിയാണ്. ഇത് കയറത്തില്ല, പിന്നെ അമ്മ പതുക്കേക്ക് വരാം. അയ്യോ അതേ പോണു.
ദേവുളി ചെറുതായിട്ടൊന്ന് പാടിപ്പോയി, കുഴപ്പമില്ല. ഇതൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഈ വണ്ടി പോയിട്ട് നമുക്ക് വേറെ വണ്ടി മേടിക്കാം. അതിന് മുമ്പ് ഇവിടെ വെച്ച് ഞാൻ വണ്ടികൾ കാണിച്ചു തരാം. നമ്മുടെ ഫോൺ എടുത്തിട്ട് ഷോപ്പിലേക്ക് പോവാം. ഷോപ്പിലേക്ക് പോട്ടെ. ഇനി കാർസ് മേടിക്കാനല്ല, നോക്കാൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതാണ് കാർസ്. നമ്മൾ ജിമ്മിയൊക്കെ മേടിച്ചു. എന്നാലും ഇനി ഒരു ജിമ്മിയും കൂടി വേണമെങ്കിൽ മേടിക്കാം. പക്ഷെ ഇനി വേണ്ട, അതായിരിക്കും നല്ലത്. നമുക്ക് പൈസ കുറച്ച് കുറവാണ്. ഇവിടെ ജിമ്മിനൊക്കെ വിലയാണെങ്കിൽ ഒരു കാര്യം ജീപ്പ്, നമുക്ക് ഏത് കാറ് മേടിക്കാം? ഈ ഒരു കാറ് കിട്ടിയാൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു. ഇത് ഒരു സ്റ്റൈലിസ്റ്റ് കാറാണ്. പിന്നെ വേറെ കളർ കിട്ടുമായിരുന്നു. കളറ് ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ. ബൂട്ട് സ്പേസ് ഇത്രയും കാണും. പിന്നെ അവിടെ എൻജിൻ റൂം, അത് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് എൻജിനല്ലേ കാണിച്ചേ. ഇനി ഇത് അടുത്തിട്ട് എൻജിൻ അധികം വലിയതൊന്നുമില്ല. ഇതൊക്കെ ഇൻറ്റീരിയർ ഒന്നും കൂടി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് കണ്ടേ, കൊള്ളാൻ കുഴപ്പമില്ല. AC ഒക്കെ ടയർ പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, തുറക്കാനൊക്കെ നല്ല അടിപൊളി. തുറക്കാട്ടൊക്കെ അടിപൊളി കാറ്. ഇതെങ്ങനെ അടയ്ക്കണേ? ഇത് കണ്ടോ, നമുക്ക് ഇതും തുറക്കാം. പക്ഷെ ഇത് മാത്രം തുറക്കണമെങ്കിൽ ഇത് മാത്രം തുറക്കണം. കൊള്ളാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് മേടിക്കാൻ പറ്റുമോ നോക്കാം. ഗൈസ് ഒരു 0 കൂടി നമുക്ക് വേണമായിരുന്നു മേടിക്കാൻ. അപ്പം അത് പോയി. നമുക്കിനി പീതകാർ മേടിക്കാം. ഇത് നമ്മൾക്ക് ഒരു കാറും മേടിക്കാൻ പറ്റത്തില്ലേ ഗൈസ്? നോക്കണ്ടേ, ഇവിടുത്തെ ഒരു കാറ് നമുക്ക് മേടിക്കാൻ പറ്റില്ല. കാറുകളൊക്കെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അടുത്ത വർഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ എടുത്താൽ പൈസയാണ്. റോട്ടി വെച്ചിട്ട് ലാസ്റ്റായിട്ടൊരു റോഡിൻ്റെ അവിടെ ഒരു മാപ്പ് ഇട്ടേക്കാം. മാപ്പ് ഇട്ടിട്ട് അവിടെ പോയി വൈൻഡപ്പ് ചെയ്യാൻ മാത്രം വേണ്ടി ഒരു പോക്കാണ്. പക്ഷെ ഈ ഷോർട്ട് കട്ട് കയറാം. അല്ല, അങ്ങോട്ടല്ല കൈസ്, അങ്ങോട്ടായിരുന്നു പോകണ്ടേ ഗൈസ്. ബ്രേക്ക് ഒട്ടുമില്ല കേട്ടോ വണ്ടിക്ക്. സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ ഹൈവേയിൽ അതോ സ്ഥലം ഇപ്പം തന്നെ എത്തുമെന്ന് അറിയത്തില്ല. ഒരു 100 കയറിയിട്ടുണ്ട്. ഇല്ല വേണ്ട ഗൈസ്, 0 to 100 ചെക്ക്. ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കറക്റ്റ് സ്ഥലത്താണ് ബ്രേക്ക് ഇട്ടത്. ഇതാ ഗൈസ് നമ്മുടെ ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞ് ഇവിടെ വെച്ചാണ് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അടി വേണ്ട, മരത്തിൻ്റെ തണല. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ബൈ.